ഈ സിദ്ധാർത്ഥൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് CBI അന്വേഷണം തടസ്സപ്പെടുത്തുന്നത് BJP ആണെന്ന്, അത് ശരിയാണോ? ഒരു ചോദ്യം അതാണ്. രണ്ട്, ഇവിടെ ബഹുമാനപ്പെട്ട MP, ഇപ്പോഴത്തെ നിലവിലെ MP അവകാശപ്പെടുന്നത് വികസനം മൊത്തം അദ്ദേഹം കൊണ്ടുവന്നതാണെന്ന് പറയുന്നത്, അത് ശരിയാണോ? സിദ്ധാർത്ഥന്റെ ബഹുമാനായ കേരളത്തിലെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ആ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ പതിവ് പോലെ CPM അതിൽ ലോക്കൽ പോലീസിനെ കൊണ്ട് അന്വേഷിച്ച് ആ കേസിൻ്റെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുമായിരുന്നു. പക്ഷേ ഏറ്റവും ആരാധ്യനായ ഗവർണർ അടിയന്തരമായ വിഷയത്തിൽ ഇടപെട്ടു. VC അടക്കം മാറ്റി അദ്ദേഹം ജുഡീഷ്യൽ അന്വേഷണത്തെക്കുറിച്ച് ആലോചിച്ചു. സംസ്ഥാന ഗവൺമെൻറ്റിന് മനസ്സിലായി ഇക്കണക്കിന് ഗവർണർ നീതിപൂർവമായ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് തലവേദനയാകുമെന്ന് കണ്ടുകൊണ്ടാണ് അവസാനം അത് CBIക്ക് അന്വേഷണത്തെ മറ്റത്. എന്താ സിദ്ധാർത്ഥൻ്റെ പിതാവ് സിദ്ധാർത്ഥൻ്റെ ആ ഹോസ്റ്റൽ മുറിയിൽ ചെന്നിരുന്നു പറഞ്ഞത്? എല്ലാ തെളിവുകളും CBIക്ക് കൈമാറുന്നതിന് മുമ്പ് നശിപ്പിച്ചിരിക്കുന്നു. എൻ്റെ മകൻ അന്തിറങ്ങിയ, എൻ്റെ മകനെ വേട്ടയാടപ്പെട്ട ഈ മുറിയിൽ എനിക്ക് ഒരു നിമിഷം ഇരിക്കണം. പിണറായിയാണ് എൻ്റെ മകൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന തരത്തിലാണ് അതേ അവിടെ പരാമർശം നടത്തിയത്. അവിടെ ഗവർണറുടെ ഇടപെടലിനെ തുടർന്നാണ് CBI ഇപ്പോൾ അന്വേഷണം ഏർപ്പെടുത്തി. ഇവർ കൊടുത്തിട്ടുള്ള FIR തിരുത്തി മറ്റൊരു FIR കൊടുത്തിട്ടുണ്ട്. കൂടുതൽ പ്രതികളുണ്ടാകുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. നിജസ്ഥിതി അറിയാൻ CBI അന്വേഷിക്കേണ്ട ഗതികേടിലേക്ക് അവിടെ വന്നിരിക്കുന്നു.